ഇലകൾ വാടുകയും ചെയ്യുന്നു. ഈ ഇലകൾ ഒരു ദ്വാരത്തിലൂടെ റോട്ടോർ വാൻ എന്ന യന്ത്രത്തിൽ ചെന്ന് ചേരുന്നു. റോട്ടോർ വാൻ ശക്തിയുള്ള ഇരുമ്പും പിച്ചളയും കൂടി കലർന്നതാണ്. ഈ യന്ത്രത്തിലൂടെ ഇലകൾ കടന്നു പോകുമ്പോൾ ഇലകൾ ഞെങ്ങിപ്പിഴിഞ്ഞ് പുറത്തു വരുന്നു. പിന്നീട് ഈ തേയില CTC എന്ന യന്ത്രത്തിലേക്ക് എത്തുന്നു. CTC പൾപ്പിന്റെ വിവരണം അറിയാൻ ആഗ്രഹമുണ്ടാകുമല്ലോ. കട്ടിംഗ്, ടേണിംഗ്, കേളിംഗ് എന്നതാണ്. ഈ യന്ത്രത്തിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിനാൽ ഉണ്ടാക്കപ്പെട്ട കനമുള്ള 2 റോളറുകൾ ഉണ്ട്. ഇതിൽ പല്ലിനെ പോലെ ചായപ്പൊടി പുറത്തു വരുമ്പോൾ വളരെ ചെറിയ പൊടികളായി കാണപ്പെടുന്നു. ഈ തേയില ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വലിയ അലുമിനിയം ഡ്രം പോലുള്ള ഭൂഗി യന്ത്രത്തിൽ ചെന്ന് ചേരുന്നു. ഈ യന്ത്രം വളരെ സാവധാനത്തിൽ ചുഴറ്റിക്കൊണ്ടിരിക്കും. ഭൂഗി തേയില വീഴുന്നതിന് യന്ത്രം ചുഴറ്റുവാൻ ആരംഭിക്കുന്നു. ഇങ്ങനെ ചുഴറ്റി വരുന്ന തേയിലകൾക്ക് മുഴുവനും മൂന്നുണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം കനമുള്ളതായി കാണപ്പെടുന്നു. ഭൂഗിയിൽ നിന്നും പുറത്തു വരുന്ന തേയിലപ്പൊടി വളരെ മുഖ്യമായി പാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ തേയിലത്തിന്റെ തൊട്ടികളിൽ ശേഖരിച്ച് 1.5 മണിക്കൂർ സമയം കിട്ടും. ഇപ്പോൾ തേയിലയ്ക്ക് പല മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതുവരെ പച്ച നിറമായിരുന്ന തേയില മെല്ലെ ചുവപ്പ് നിറമായി മാറുവാൻ ആരംഭിക്കുന്നു. തേയില യന്ത്രത്തിൽ ഇട്ട് നിൽക്കുമ്പോൾ വെളിപ്പെടുന്ന തേയില ചാറുകൾ കാറ്റിലുള്ള ഓക്സിജനോട് കലർന്ന് ഒരു നല്ല വാസന ഉണ്ടാക്കുന്നു. ഈ 2 മാറ്റങ്ങളും നടന്ന ശേഷം വറുക്കുന്ന യന്ത്രത്തിലേക്ക് മാറ്റിയിടപ്പെടുന്നു. പച്ചപ്പൊടി വറുക്കുന്ന യന്ത്രത്തിൽ വീണുടൻ വളരെ ചൂടായ കാറ്റിന്റെ തുണയാൽ തേയില 16 നിമിഷങ്ങൾ വറുക്കപ്പെടുന്നു. ഇങ്ങനെ വറുത്ത തേയില പുറത്തു വരുന്ന സമയത്ത് കറുപ്പ് നിറമായി കാണപ്പെടുന്നു. വറുത്ത തേയില